സുഹൃത്തുക്കളെ, ചില്ലറ പോസ്റ്റുകളിലൂടെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വായിക്കുന്നത് കൃത്യമായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച നടപടി കാന്തപുരത്തിന് നന്ദി അറിയിച്ച് ആക്ഷൻ കൗൺസിൽ. അടുത്തത്, നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഇടപെടൽ കാന്തപുരത്തിന്റെ മഹത്വം പ്രശംസിച്ച് സജി ചെറിയാൻ. നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് ആശ്വാസജനകം. തീരുമാനത്തിന് മുന്നിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ. പരിശ്രമങ്ങൾക്ക് വിജയിക്കട്ടെ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകം. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചതിൽ റിപ്പോർട്ടിനോട് പ്രതികരിച്ച് ചാണ്ടി ഉമ്മൻ. കഴിഞ്ഞില്ല, കാന്തപുരം ശക്തമായി ഇടപെട്ടു. മുന്നോട്ടു പോകാനുള്ള ഊർജം കിട്ടി, പ്രതികരിച്ച് നിമിഷപ്രിയയുടെ ഭർത്താവ്. സുഹൃത്തുക്കളെ, മനുഷ്യരായ ചില ആളുകളുടെ പ്രതികരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, മനുഷ്യരായ ചില ആളുകളുടെ പ്രതികരണങ്ങളാണ് നിങ്ങൾ ഈ കേട്ടത്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ നാട്ടിൽ മനുഷ്യരല്ലാത്ത ചില ആളുകളും പ്രതികരിച്ചിട്ടുണ്ട്. ഒരു പ്രതികരണം വീഡിയോ ആയിട്ട് തന്നെയുണ്ട്. ഷൈനി മധുസൂദൻ എന്ന് പറയുന്ന ഒരു സംഘിണിയുടെ വർത്തമാനമാണ്. ഒന്ന് കേൾക്കൂ. മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം എന്ന മനുഷ്യസ്നേഹിയുടെ ആദ്യം മുതലുള്ള അതിൽ ആർക്കാണ് സംശയം? നിമിഷപ്രിയയ്ക്ക് മോചനം. എല്ലാ സർവീശ്വരന്മാർക്കും നന്ദി. ഇതിനിടയില് ഒരു വലിയൊരു തള്ളു നടക്കുന്നുണ്ട്. തള്ളു എന്താന്ന് വെച്ചാല് നമ്മുടെ അഖിൽമാരടക്കം തള്ളിവിടുന്ന പോസ്റ്റർ എഴുതിയിരുന്നു. കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയയ്ക്ക് മോചനം എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, ഇത് ഷൈനി മധുസൂദൻ എന്ന് പറയുന്ന ഈ സംഘിണിക്ക് ഇത് ദഹിക്കുന്നില്ല. ഇവർക്ക് മാത്രമാണ് ദഹിക്കാതിരുന്നത്. നമ്മുടെ ജനം ചാനലില് ഒരു വലിയ നേതാവുണ്ട്. ജനം ചാനലിന്റെ ഒരു വലിയ ചർച്ചകളൊക്കെ അതിഗംഭീരമായിട്ട്, എല്ലാ പൊട്ടത്തര ചർച്ചകളും ഗംഭീരമായിട്ട് നടത്താൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് അനിൽ നമ്പ്യാർ എന്നാണ്. ആ അനിൽ നമ്പ്യാർ എഴുതിയ സംഗതികൾ കൂടി നിങ്ങൾ അറിയണം സുഹൃത്തുക്കളെ. എന്തോരം വിഷമാണ് ഇത്തരക്കാരുടെ ഉള്ളിലെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിൽ യമനിൽ അവരുടെ അഭിഭാഷകൻ സാമുവൽ ജെറോൺ ആവർത്തിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യമൻ സൗദി ഭരണകൂടങ്ങൾക്കും ചാണ്ടി ഉമ്മൻ MLA-ക്കുമാണ്. നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, ഇതൊന്നും നമ്മൾ എവിടെയും കണ്ടില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിട്ടില്ല, നീട്ടിവെക്കുകയാണ് ചെയ്തത്. ശരിയാണ്, നീട്ടിവെക്കുക എന്ന് വെച്ചാൽ ചർച്ചകൾക്ക് അവിടെ ഒരു ഇടം ലഭിക്കുന്നു എന്നർത്ഥം. ചർച്ചകൾക്ക് ഒരു ഇടം ലഭിക്കുന്നു, എവിടെയോ ചില പൊതുകിരണങ്ങൾ കാണുന്നു. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് കാന്തപുരം ഇടപെട്ടിട്ടുണ്ടോ, ഒരു മുസ്ലിം നേതാവ് ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ നിമിഷപ്രിയ വധശിക്ഷ നിമിഷപ്രിയക്ക് കിട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് അതിനെ കൊന്നു കളയണം എന്നാണ് എല്ലാ സംഘികളും ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത്. കാരണം കാന്തപുരം ഇടപെട്ടിട്ട് ഒരു കാരണവശാലും ആർക്ക് ഫ്രീഡം കിട്ടരുത്, നമ്മുടെ നിമിഷപ്രിയയ്ക്ക് ഫ്രീഡം കിട്ടരുതെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമാതിരി എഴുത്തുകൾ ഇവർക്ക് എഴുതാൻ കഴിയുന്നത്. തലാലിന്റെ വധശിക്ഷ കാണാൻ കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലുള്ളവർ പുറപ്പെട്ടു കഴിഞ്ഞു എന്നും സാമുവൽ പറയുന്നു. അത്രമാത്രം വൈകാരികമാണ് ആ വിഷയം ആണല്ലോ. എന്നിട്ടും ഈ വൈകാരിക വിഷയത്തിലും ഇമാതിരി ചാണകവിഷം കലക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് കഴിയുന്നുണ്ടല്ലോ. ഒറ്റക്കൈ നമോവാകം, വേറെ ഒന്നുമില്ല. തലാലിന്റെ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ആശയവിനിമയം പോലും നടന്നിട്ടില്ല. മഹാതെറ്റ്. ആശയവിനിമയം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ നമ്മുടെ ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപൂർണമായിട്ടൊരു വിവരം, ഒരു ഇൻഫർമേഷൻ അത് രേഖാമൂലം കിട്ടിയാൽ മാത്രമാണ് പ്രതികരിക്കേണ്ടതുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസ് നിശബ്ദമായിരുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക എൻ്റെ പൊന്നു സംഘിണികളെ. എന്തെങ്കിലും കാരണം അവർ അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചു പോലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ലെങ്കിൽ എട്ടുകാലി മമ്മൂഞ്ഞാവാനുള്ള ചിലർ വിധാശ്രമത്തിൽ പരിതപിക്കുകയല്ലാതെ എന്ത് ചെയ്യും? നോക്കി, ഇദ്ദേഹം തുറന്നു പറയുന്നു, കേന്ദ്ര സർക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ല എന്നിരിക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ
കേന്ദ്ര സർക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 56 ഇഞ്ച് കൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് ഒരു സംഖ്യ തന്നെ വന്നിരുന്ന് പറയുന്നു. ആ ചാണക ചാനലിലെ വലിയൊരാളാണ്. അയാൾ വന്നിരുന്ന് പറയുന്നു കേന്ദ്ര ഗവൺമെന്റിനോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒന്നും നടക്കുന്നില്ല, അദ്ദേഹത്തെ കൊണ്ടും നടക്കുന്നില്ല. പിന്നെയാണോ ഈ എട്ടുകാലി മമ്മൂഞ്ഞായിട്ടുള്ള ഈ ഉസ്താദിന് എന്നാണ് ഇവരെ പരിഹാസം. മനസ്സിലാക്കണം. പക്ഷേ ആ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു മനുഷ്യനാണ് ഇതിൽ ഇടപെട്ടത്. ആ മനുഷ്യന്റെ ഇടപെടലുകളാണ് നാളെ നടക്കേണ്ടിരുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇന്ന് നടക്കേണ്ടിരുന്ന ആ ഒരു വലിയ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടത്, ചർച്ചകൾക്ക് ഒരിടം ലഭിച്ചത്. ഇനിയൊരു പ്രതീക്ഷ കൂടി, ഒരു പ്രതീക്ഷയുടെ കിരണം എവിടെയോ ഉണ്ട് എന്ന് ഒരു തോന്നലിലേക്ക് നമ്മളെല്ലാം എത്തിച്ചത് ആ ഒരു 90 വയസ്സ് കഴിഞ്ഞ ആ മനുഷ്യന്റെ ഇത്ര കാലമുള്ള ഈ ലോക ജനതയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ്, ഈ ലോക ജനതയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിചയമാണ്. ആ പരിചയത്തിന്റെ പുറത്തു മാത്രമാണ് ഒരു മനുഷ്യജീവൻ തിരികെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഇടപെടൽ. ഞാൻ എന്നും പറയുന്ന പോലെ ഇതാണ് മനുഷ്യത്വം, ഇതാണ് കേരള സ്റ്റോറി. സുഹൃത്തുക്കളെ, ബൈ.